അങ്ങനെ മമ്മൂക്കയുടെ ഒരു സിനിമ റിലീസിന് എത്തുന്നു. ഒരുപാട് സിനിമകൾ പാലേരിമാണിക്കും അതുപോലെ തന്നെ പല സിനിമകളും മമ്മൂക്കയുടേതായിട്ട് റിലീസിന് വരുന്നു എന്നുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇത് കൺഫേം ആയിട്ടുള്ളത് വല്യേട്ടനാണ്. ഈ ഒരു വല്യേട്ടൻ 2000-ലാണ് ഈ ഒരു ചിത്രം റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നത്. 2000-ലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ഈ ഒരു ചിത്രം. ഷാജി കൈലാസാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രഞ്ജിത്താണ് തിരക്കഥയും സംഭാഷണവും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം റിലീസിന് എത്തുന്നു എന്നുള്ള വാർത്ത കേട്ടത് മുതൽ വലിയൊരു ട്രോളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത്. കൈരളി ടിവിയിൽ ഈ ഒരു സിനിമ ഒരുപാട് കാലങ്ങളായിട്ട് അവർ ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലാണ് ഈ ഒരു സിനിമയ്ക്ക് ആളുകൾ കയറില്ല, അങ്ങനത്തെ ഒരുപാട് ഡീഗ്രേഡിംഗ് ഒക്കെ ഇപ്പോൾ തന്നെ ഈ ഒരു റിലീസിന് മുന്നേ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും അറിയാത്ത ഒരു കാര്യം ഈ ഒരു ചിത്രത്തിനുണ്ട്. കൈരളി ടിവി പ്രദർശനം ആരംഭിച്ചപ്പോൾ ഈ പടത്തിന്റെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കി. കൈരളി ടിവിക്ക് സാറ്റലൈറ്റ് അവകാശം ലഭിച്ച ആദ്യ സിനിമയാണ് ഈ ഒരു വല്യേട്ടൻ. 2022-ലെ കണക്കനുസരിച്ച് കഴിഞ്ഞ 22 വർഷത്തിനിടെ 1656 തവണയാണ് കൈരളി ടിവിയിൽ ഈ ഒരു ചിത്രം സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ ഇത്രയധികം തവണ ഒരു ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്തതിന്റെ റെക്കോർഡും ഈ ഒരു പടത്തിനാണ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും, ഇന്ത്യയിൽ എന്നല്ല വേൾഡിൽ ഇങ്ങനെയൊരു സംഭവം ഇത് ആദ്യമായിട്ടായിരിക്കും. ഏതായാലും ഒരു ആക്ഷൻ കോമഡി ചിത്രമായ വല്യേട്ടൻ ഇനി ഇതുവരെ വന്നിട്ടുള്ള റിലീസുകളുടെ തലതൊട്ടപ്പൻ ആയിരിക്കും എല്ലാ വിധത്തിലും.